സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ ഊന്നലെന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കും. കേരളപ്രിയ ബജറ്റായിരിക്കും. കേരളം തകരാതിരിക്കാനുള്ളതാണ് ഈ ബജറ്റ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുമെങ്കിലും എപ്പോഴാണ് അത് നടപ്പിലാക്കുകയെന്ന് ഇപ്പോൾ പറയാനാകില്ല. കേന്ദ്രം ഓക്സിജൻ എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ധനമന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൂടുതൽ സാമ്പത്തിക രംഗത്ത് നിക്ഷേപമുണ്ടാവാൻ, വികസനം ഉണ്ടാവാൻ, തൊഴിലവസരം ഉണ്ടാവാൻ, ബിസിനസ് ഉണ്ടാവാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വകാര്യ നിക്ഷേപം ഏത് കാലത്തും ഇടതുപക്ഷ ഗവൺമെൻറ് സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യവസായം ചെയ്യാനുള്ള അവസരം, ഇതെല്ലാം നമുക്ക് ഉള്ളത് ശക്തിപ്പെടുത്തും. ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ബജറ്റിൽ പോകാൻ പറ്റുമോ? ഓക്സിജൻ എടുത്തു കളഞ്ഞ ഒരവസ്ഥയിലേക്ക് ആക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിമിതികളുണ്ട്. എന്നാൽ നമ്മൾ കമ്മിറ്റഡാണ്. ജീവനക്കാർക്ക് DA കൊടുക്കാനുണ്ട്, നമ്മൾ കൊടുക്കും. എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ പുറകോട്ട് പോകില്ല. എപ്പോഴും എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന തരത്തിലേക്കല്ല. നമ്മുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നത് പോലുള്ള സമീപനങ്ങൾ വേണമെന്നൊക്കെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. എനിക്ക് ധനകാര്യ കാര്യങ്ങളെപ്പറ്റിയും കേരളത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തിപരമായ കുറേ അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ആ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്നതല്ലോ ഈ ഇത്തരം ഒരു ചുമതല. അത് കളക്റ്റീവായിട്ട് എല്ലാവരെയും കൂടെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടതാണ്. എഫിഷ്യൻസി കൂട്ടാനും എഫക്റ്റീവ്നെസ് കൂട്ടാനുള്ള പല നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് ഈ പെൻഷൻ പ്രായത്തിൻ്റെ കാര്യത്തിനകത്ത് തീരുമാനം എടുക്കാത്തത്. എന്നാൽ എല്ലാ എക്കണോമിസ്റ്റുകളും ഇന്ത്യയിലെ ശരാശരി പ്രായവും ആയുസ്സും ഒക്കെ വെച്ച് നോക്കിയിട്ടും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളത് കളക്റ്റീവായിട്ട് ഏത് തീരുമാനം എടുക്കാൻ പറ്റും? എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം വേണം. കടുത്ത തീരുമാനം എടുത്തിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താതെ കടുത്ത തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. എന്നാൽ ഇതാകെ തകർന്നിട്ട് കടുത്ത തീരുമാനം എടുക്കാൻ നിന്നിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള ബജറ്റാണ്. ജനപ്രിയമാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. കേരളപ്രിയമാകും, അങ്ങനെ ഒരു ഉറപ്പേ നൽകുന്നുള്ളൂ. കേരളത്തിന് പ്രിയകരമാവുക എന്ന് പറഞ്ഞാൽ ജനപ്രിയമല്ലേ? ഉറപ്പായിട്ടും കേരളത്തിന് വേണ്ടിയുള്ള, കേരളം എവിടെയും തകരില്ല, തളരില്ല, പിന്നോട്ട് പോവില്ല. കേരളം ഇതിനെല്ലാം അതിജീവിച്ച് കേരളത്തിന് കിട്ടാനുള്ള വെട്ടിക്കുറയ്ക്കുമ്പോഴും അത് നമ്മുടെ ആകെ ബാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകും. കേരളത്തിന് കിട്ടാനുള്ളത് നേടിയെടുക്കുകയും ചെയ്യും. അതായത് പ്രതിസന്ധി കാലത്തും അടിപൊളി ബഡ്ജറ്റാണ് കേരളത്തിലെ ജനങ്ങൾക്കായി തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അടിപൊളി ബഡ്ജറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാം കൂടി ഇൻവോൾവ്മെൻറ്റോട് കൂടി ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഓരോരുത്തരും കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. സാമ്പത്തിക പ്രതിസന്ധിയിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് വേണമായിരുന്നുവെന്ന ധനമന്ത്രി. അത്തരമൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി നീട്ടിയ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യയിലാകെ ചില താഴോട്ട് കൊടുക്കുന്ന പണത്തിനകത്ത് കേരളത്തിന് അർഹമായി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വലിയ പരാതി ഉള്ളത്. ആ പരാതി നമ്മൾ വഴിനീളെ വന്ന് വഴക്കടിക്കാനല്ല എന്നത്. ഭരണഘടനാപരമായിട്ട് ആ വേദി പോയതാണ്. ഇൻ്ററിമായിട്ട് തീരുമാനം എന്തെങ്കിലും കോടതിയിൽ നിന്ന് കിട്ടേണ്ട അത്ര അർജൻറ്റായ കാര്യമാണ്. കാരണം നമുക്ക് എടുത്ത കടമെല്ലാം എടുക്കാനും പറ്റില്ല. പഴയ കടമെടുത്ത ഉൾപ്പെടെ കുറയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കോടതി പോയത്. തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ KR സാജു നൽകും. സാജു, കേരളപ്രിയ ബഡ്ജറ്റ് എന്നാണ് ധനമന്ത്രി മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. അതായത് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുകയാണ്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള പദ്ധതികളാകും ബജറ്റിൽ ഉണ്ടാവുക എന്നാണോ മന്ത്രി പറഞ്ഞത്? മന്ത്രിയോട് സംസാരിച്ചതിൽ നിന്ന് സാജുവിന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? രേഷ്മ, തീർച്ചയായും ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിയ ഘട്ടത്തിലൂടെ തന്നെയാണ് കേരളം കടന്നു പോകുന്നത്. അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി അഭിമുഖത്തിൽ വിശദീകരിച്ച ശേഷമാണ് അപ്പോഴും ഇതൊരു കേരളപ്രിയ ബജറ്റായിരിക്കും, കേരളത്തിൻ്റെ വരുന്ന ഭാവിയെ കരുതിയുള്ള, കേരളത്തിന് വേണ്ടിയുള്ള ഒരു ബജറ്റ്, കേരളം തകരാതിരിക്കാനുള്ള ബജറ്റ് എന്ന നിലയിലാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇത്തവണത്തെ ബജറ്റിൻ്റെ, തൻ്റെ സ്വന്തം ബജറ്റിനെ കേരളപ്രിയ ബജറ്റ് എന്ന തലക്കെട്ടിൽ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതി ഉണ്ടാവും, അതായത് മാന്യകാല പാക്കേജ് ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നതിൻ്റെ ചുരുക്കം. അത് നിക്ഷേപങ്ങൾ കൂടുതലായി എത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ ഭാവിയിൽ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള തീരുമാനമാണ് ഉള്ളത്. അത് ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ചില അനുകൂലമായ ഘടകങ്ങൾ കേരളത്തിലുള്ളതായി സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പുതിയ കാലത്തെ തൊഴിൽ വൈദഗ്ധ്യം നേടിയ
ഒരു പുതിയ തലമുറ നമുക്കുണ്ട്. ഒപ്പം പരിചയസമ്പന്നരായ പല തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളും മറ്റും നടത്തിയുള്ള ഒരു നിരയുമുണ്ട്. ഇവർക്കൊപ്പം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു വരുന്നതിൻ്റെ ആനുകൂല്യം, നല്ല നിലയിൽ നടക്കുന്ന 4 എയർപോർട്ട് അടക്കമുള്ള സംസ്ഥാനം എന്നിവ അടക്കമുള്ള വിഭവശേഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഇതിനൊരു പരിഹാരം എന്നിടത്തേക്കാണ് കേന്ദ്രത്തിൻ്റെ സഹായം മുടങ്ങിയതെല്ലാം കിട്ടുന്നതിനൊപ്പം തന്നെ ഇതുകൂടി വേണം എന്ന ഒരു ദീർഘകാല പദ്ധതിയിൽ നിന്നുകൊണ്ടുള്ള ബജറ്റ് എന്നാണ് അദ്ദേഹം നൽകുന്ന ഊന്നൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംബന്ധിച്ച ചോദ്യങ്ങൾ, ഒന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു. LDFിൻ്റെ പ്രകടന പത്രികയിൽ ഘട്ടം ഘട്ടമായി 2500 എന്ന നിലയിലേക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന തീരുമാനമുണ്ടായിരുന്നതാണ്. പക്ഷേ ധനമന്ത്രി KN ബാലഗോപാൽ ധനമന്ത്രിയായതിനു ശേഷമുള്ള കാലയളവ് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബജറ്റിലൊന്നും 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഇത്തവണയും അത് കൂട്ടാൻ കഴിയുമെന്ന മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നത് വാഗ്ദാനങ്ങളെല്ലാം പാലിക്കും, പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്ന കാര്യം തനിക്ക് ഇപ്പോൾ പറയാനാവില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ടും പറയുന്നത്. അതും നമ്മൾ കൊടുക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതും എപ്പോൾ കൊടുക്കുമെന്ന് പറയാനാവില്ല എന്ന് പറയുന്നു. പക്ഷേ പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ട് ഭാവിയിലെങ്കിലും ഒരു കൂട്ടായ തീരുമാനം ഉണ്ടാവണം, അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എന്ന സൂചന അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലുണ്ട്. അത് സംബന്ധിച്ച ചോദ്യം ചോദിക്കുമ്പോൾ എക്കണോമിസ്റ്റുകൾ അടക്കമുള്ളവർ അത്തരത്തിലുള്ള നിർദ്ദേശം ഈ ബജറ്റിൻ്റെ ഡിസ്കഷൻ വേളയിൽ പോലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ കാര്യശേഷിയുടെ വർദ്ധിപ്പിക്കുന്നത്, പരിചയസമ്പത്തിൻ്റെ ഗുണകരമാകുന്ന ഇങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. പക്ഷേ അതിനകത്തൊരു തീരുമാനം ഒറ്റയ്ക്കെടുക്കാനോ ഒന്നും പറ്റുന്നതല്ല. അതിനകത്ത് രാഷ്ട്രീയമായ സമവായങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറ്റുന്നതാണ്. പക്ഷേ കേരളം തകരുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വേണം എന്ന നിലപാട് കൂടി മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാർ കേരളത്തെ ഓക്സിജൻ നൽകാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിലേക്ക് എത്തിക്കുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ. രേഷ്മ, സാജു മന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ജനപ്രിയ ബജറ്റ് ആകുമോ എന്നുള്ള ചോദ്യത്തിനാണ് മന്ത്രി കേരളപ്രിയ ബജറ്റ് ആയിരിക്കും എന്ന മറുപടി നൽകുന്നത്. അതായത് സാജു നോക്കൂ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വോട്ടായി മാറേണ്ട സ്ഥിതി കൂടി ഉണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കാണുന്നില്ലേ സർക്കാർ? അതുകൂടി പരിഗണിക്കുമ്പോൾ എന്തെല്ലാം സാധ്യതകളുണ്ട്? ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ എത്രത്തോളം ജനപ്രിയമാകാൻ കഴിയുമെന്നത് ധനമന്ത്രി KN ബാലഗോപാലിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്തെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ധനമന്ത്രിയാണ് താൻ എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനപ്രിയം എന്ന വാചകം നമ്മൾ ആണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കേരളപ്രിയമായിരിക്കും, അത് കേരളം തകരാതിരിക്കാനുള്ള ബജറ്റായിരിക്കും എന്ന വാചകത്തിലൂടെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള കാടടച്ചുള്ള അല്ലെങ്കിൽ കണ്ണടച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്താൻ കഴിയുന്ന സാമ്പത്തിക സാഹചര്യം ഇല്ല എന്ന് ധനമന്ത്രി തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ബജറ്റ് ആയിരിക്കണം. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി മുൻകൂട്ടിക്കൊണ്ടുള്ള ബജറ്റാണ് താൻ അവതരിപ്പിക്കാൻ പോകുന്നത്, അത് കേരളം തകരാതിരിക്കാനുള്ള ബജറ്റാണ് എന്ന് അദ്ദേഹം ഈ ബജറ്റിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റ് സങ്കല്പത്തെക്കുറിച്ചുള്ള ആ വാചകങ്ങളെ നമുക്ക് കാണേണ്ടത്. പക്ഷേ ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മുടെ തനത് വരുമാനത്തിൽ, നികുതി വരുമാനത്തിൽ കഴിഞ്ഞ 2 വർഷത്തിൽ വർധനവുണ്ടാക്കാൻ, പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് റവന്യൂ വഹിതമായി കിട്ടിയിരുന്ന തുകയിൽ കുറവ് വന്നു. GST നഷ്ടപരിഹാരം റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ കിട്ടിയിരുന്ന ഏതാണ്ട് ഒരു 50,000 കോടിയോളം രൂപയുടെ കുറവാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിൽ തന്നെ കുറവ് വന്നിട്ടുണ്ടെന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നത്. അതിനെ മറികടക്കുന്ന പദ്ധതികൾ വേണം എന്നതാണ് പ്രധാനപ്പെട്ട. അപ്പോൾ കൂടുതൽ പുതിയ കാലത്തെ ആകർഷകമാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് അതിലൂടെ മുന്നോട്ട് പോകുക, ഈ മാന്ദ്യത്തെ മറികടക്കുന്നതിനുള്ള പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തുക എന്നിവയൊക്കെ ആയിരിക്കും ധനമന്ത്രിക്ക് മുമ്പിലുള്ള വഴികൾ എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. രേഷ്മ, ശരി സാജു, ഫെബ്രുവരി 5-നാണ് കേരളത്തിന്റെ ബജറ്റ്, സംസ്ഥാന ബജറ്റ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുക. അപ്പോൾ പ്രധാനമായും വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളപ്രിയ ബജറ്റ് ആയിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് ധനമന്ത്രി മീഡിയ വണിനോട് പറഞ്ഞത്. KR സാജുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.